ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മത്തി വെച്ച് നമുക്ക് തേങ്ങാപ്പാലിൽ പൊള്ളിച്ച മത്തി ഫ്രൈ ഉണ്ടാക്കാം. മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് പൊടികൾ കൂടെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, ലേശ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ മസാല കൂട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് പരട്ടി നല്ലതുപോലെ എടുക്കുക. ഈ മസാല മത്തിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പരട്ടി എടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുള്ളൂ. പത്ത് 15 മിനിറ്റത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഈ അരപ്പ് മത്തിയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി. മത്തി ഫ്രൈ ചെയ്യാനുള്ള ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് നല്ലതുപോലെ ഒരു വാഴയില കണ്ടിച്ച് അതിലേക്ക് വെക്കുക. വാഴയില ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും വാഴയിലയൊക്കെ നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ പുറത്താണ് നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന മത്തി പറക്കി നിരത്തേണ്ടുന്നത്. ഇങ്ങനെ നമ്മുടെ മത്തി പരട്ടിയത് വാഴയിലയുടെ പുറത്തോട്ട് നമ്മൾ നിരത്തി വെക്കുകയാണ്. ഇങ്ങനെ തേങ്ങാപ്പാലിൽ പൊള്ളിച്ച മത്തി ഫ്രൈ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. ആ പാത്രത്തിൽ നിന്നുള്ള അരപ്പെല്ലാം നല്ലതുപോലെ പെർഫെക്റ്റ് ആക്കി ക്ലീൻ ചെയ്ത് മത്തിയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറത്ത് തന്നെ ഒരു വാഴയില കഷ്ണവും കൂടി വെച്ച് അടച്ചിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അടച്ചു വെച്ച് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കാണുമ്പം തന്നെ കൊതിയാവുന്നുണ്ടല്ലേ? മത്തി വറക്കുന്നത് ഒരു പ്രത്യേകതരം മണമാണല്ലോ. മത്തി കഷ്ണങ്ങളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ മത്തിയുടെ ഒരു സൈഡ് ഒരുവിധം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് ഇതിന്റെ. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ മത്തി പൊള്ളിച്ചത് കഴിക്കാൻ എല്ലാവർക്കും കൊതിയായോ? നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് മത്തി കിടന്ന് നല്ലതുപോലെ ഫ്രൈ ആയിരിക്കുകയാണ്. മുകളിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. എല്ലാവരും നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കമന്റ് ഒക്കെ ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യണേ. തേങ്ങാപ്പാലിൽ പൊള്ളിച്ച് മത്തി ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.